വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. നാച്ചുറൽ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് എങ്ങനെ വീട്ടിൽ ചെയ്യാനാണ് കാണിക്കാൻ പോകുന്നത്. കൂടാതെ ഒരു സ്മൂത്തനിങ് ആൻഡ് സ്ട്രെയിറ്റനിങ് പാക്കും കൂടിയാണ് കേട്ടോ. ഒറ്റ യൂസിൽ തന്നെ നല്ല അടിപൊളി റിസൾട്ട് കിട്ടും. ഇപ്പൊ നമുക്ക് നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇന്ന് ചെയ്യാൻ പറ്റിയ ഒരു പാക്കാണ്. നല്ല മുടി നല്ല ഉള്ളുള്ള പോലെയൊക്കെ തോന്നിക്കും കേട്ടോ. നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് കേട്ടോ. അപ്പൊ അധികം വലിച്ചു നീട്ടാതെ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉഴുന്നാണ് കേട്ടോ. ഞാനിത് തലേ ദിവസം കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ഉഴുന്നാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ചോറാണ് കേട്ടോ. തലേ ദിവസത്തെ ചോറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു പിടി ചോറാണ് നമുക്ക് ആവശ്യമായിട്ട് ഉള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് നാളികേരം ചിരകിയതാണ് കേട്ടോ. അതൊരു കുറച്ച് മതി, അതിന് പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നുമില്ല, കുറച്ച് മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഈ ഒരു പരിവാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് ലൂസ് ആവാൻ പാടില്ല കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് നമ്മുടെ പാക്ക് കിട്ടുക. അപ്പോൾ ഇതാണ് നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്പോൾ പാക്ക് ഇടുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഹെയർ ഒന്ന് ഓയിൽ മസാജ് ചെയ്യണം കേട്ടോ. അത് നിർബന്ധമാണ്. ചെറുതായിട്ട് ചെറിയ രീതിയിലൊന്ന് ചെയ്താൽ മതി, ഒരുപാടൊന്നും ചെയ്ത് കൊടുക്കണ്ട. അതിനുശേഷം നമുക്ക് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് അല്ലാതെ ഒരു സ്ട്രെയിറ്റനിങ് ആൻഡ് സ്മൂത്തനിങ് പാക്കും കൂടിയാണ് കേട്ടോ. ചെറിയ ചെറിയ ചുരുണ്ട മുടിയൊക്കെ നമുക്ക് ഇതുകൊണ്ട് സ്ട്രെയിറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് തലയിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് നമുക്ക് സ്കാൽപ്പിൽ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഹെയറിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 15 to 20 മിനിറ്റ്സ് വരെ വെച്ചാൽ മതി കേട്ടോ. ഏറിപ്പോയി ഒരു 15 മിനിറ്റ്സ് എങ്കിലും വെക്കണം. അതിനുശേഷം നമുക്കിത് നോർമൽ വാട്ടറിൽ കഴുകി കളയാവുന്നതാണ് കേട്ടോ. ശേഷം മുടി ഇങ്ങനെ അഴിച്ചിടുന്നതായിരിക്കും കേട്ടോ ഒന്നുകൂടെ നല്ലത്. കെട്ടി വെക്കുന്നതിനേക്കാളും നല്ലത് അഴിച്ചിടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ റിസൾട്ട്. മുടി ഫുള്ളായിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് ഞാനിത് കാണിക്കുന്നത്. കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട്. മുടിക്ക് നല്ലൊരു ഉള്ളൊക്കെ തോന്നിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഷൈനി ആയിട്ട് കിടക്കുന്നുണ്ട്. പോരാത്തതിന് നല്ല സ്മൂത്തനിങ് കൂടിയാണ് കേട്ടോ. നല്ല സ്മൂത്തായിട്ട് നമ്മുടെ ഹെയർസൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഫംഗ്ഷന് പോകുന്നതിൻ്റെ തലേ ദിവസം നമുക്ക് എന്തായാലും ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പാക്കാണ് കേട്ടോ. വലിയ ചിലവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അടിപൊളിയായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയ പാക്കാണ്. നല്ല ബെസ്റ്റ് റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. പിന്നെ ഫംഗ്ഷന് പോകുന്നതിൻ്റെ അന്ന് ഹെയർ വാഷ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നോർമലായിട്ട് കഴുകിക്കളഞ്ഞാൽ മതി. ഹെയർ വാഷ് ചെയ്താൽ മതി. ഷാമ്പൂ കണ്ടീഷണറോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നോർമലായിട്ട് വാഷ് ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ വാഷ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതേ റിസൾട്ട് തന്നെ കിട്ടും. നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന അതേ റിസൾട്ട് തന്നെ നമുക്ക് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ടാറ്റാ.